ഹലോ നമസ്കാരം, വെൽക്കം ടു പ്രിയാസ് ഇൻ കുക്ക്. അപ്പോൾ ഇന്നേ സിമ്പിളായിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി എന്താണെന്നറിയോ? ചുരക്കയും പരിപ്പും. അപ്പോൾ ദാ ചുരക്കയും പരിപ്പും കറി റെഡിയാക്കാനായിട്ട് അരക്കപ്പ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുരക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുരക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ദാ ചുരക്ക ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമുക്ക് 2 അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചുരക്ക വേവാനായിട്ടൊരു 5 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. കറി പെട്ടെന്ന് റെഡിയായി കിട്ടും. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദാ തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അരക്കപ്പ് നാളികേരം, 1/4 ടീസ്പൂൺ ജീരകം കൂടെ എടുത്തിട്ടുണ്ട്. നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ദാ അരപ്പ് തയ്യാറായി. ചുരക്ക വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അരപ്പ് ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ കറി റെഡിയായി. ഇനി വറവിടുക മാത്രമേ വേണ്ടൂ കേട്ടോ. ഇതിലേക്ക് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രേ വേണ്ടൂ. നമ്മൾ വറവിടുകയാണ്. ഞാനിതാ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.